الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وهذا القبول منا إلى حضرة روح نبينا وحبيبنا وشفيعنا محمد صلى الله عليه وسلم اللهم ثم إلى أرواح آبائي إخواني من الأنبياء والمرسلين اللهم ثم إلى حضرة أهل الخير كلهم أجمعين اللهم زد لهم شرفا على شرفهم اللهم أعلي درجاتهم يا رب العالمين اللهم ثم إلى حضرة من ماتوا يا رب العالمين اللهم اغفر لهم وارحمهم يا رب العالمين اللهم اجعل قبرنا وقبرا وقبورهم روضة من رياض الجنان ولا تجعل قبرنا وقبرا وقبور وفرة من نفر النيران اللهم بارك لنا في جميع أمورنا في اجتماعنا يا رب العالمين ربنا آتنا خير الدنيا وخير الآخرة صرف عنا شر الدنيا وشر الآخرة وسلمنا من آفات الدارين وارزقنا سعادات الدارين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا وارحم والدينا برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده
الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام. ഏറ്റവും സമാദരണീയരായ ലത്തീഫ് ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾ, നാട്ടുകാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂടലും പിരിയലുമെല്ലാം സ്വാലിഹായ സൽക്കരമായി സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെയും അല്ലാഹു ചേർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുവോളം ഇസ്സത്ത് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഖൈറിൻ്റെ വാഹകരായി സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അഹ്ലുകാർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖ ഭാഷണങ്ങളുടെ ഘോഷാരങ്ങളില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രൂപത്തിൽ എനിക്കത് നിങ്ങളുമായി സംവദിക്കുവാനും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നാളേക്ക് ഉപകാരപ്പെടുന്ന അമലാക്കി മാറ്റുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നൽകപ്പെട്ട വിഷയം എന്നുള്ളത് വേണം നമുക്കൊരു മാറ്റം എന്നുള്ളതാണ്. ഇന്നലെ ശരിക്കും ഇവിടെ പ്രസംഗിക്കാൻ വരേണ്ടുന്ന ഉസ്താദ് അബ്ദുസ്സമദ് റഷാദി ഉസ്താദ് അവറുകൾ, എൻ്റെ സുഹൃത്തും മാർഗദർശനായ ഉസ്താദ് അവറുകൾ, ചെറിയ അസൗകര്യങ്ങൾ ശാരീരികമായും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെറിയ പ്രയാസങ്ങൾ അനുഭവിച്ചത് കാരണത്താൽ ഈ ഉള്ളവനെ അതിന് നിയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുവാനോ അത് റെഫർ ചെയ്യുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഒരു കവാടം തുറന്നു തരിക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വാതിൽ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ,
നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ് എന്നുള്ളത്, ഈ പ്രപഞ്ചം എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖളിറത്തുൻ എന്നുള്ളതാണ്. നിശ്ചയമായും ദുനിയാവ് എന്നുള്ളത്, പ്രപഞ്ചം എന്നുള്ളത് ഹുൽവത്തുൻ അത് മാധുര്യം നിറഞ്ഞതാണ്, ഖളിറത്തുൻ അത് പച്ചപ്പുള്ളതാണ്, പച്ചപ്പ് നിറഞ്ഞതായ മാധുര്യമുള്ളതാണ് ദുനിയാവ്, ഈ പ്രപഞ്ചം എന്ന് ലോകത്തിൻ്റെ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്നുള്ളത്, ഈ ദുനിയാവിൽ ഇങ്ങനെ മാധുര്യമുള്ള പച്ചപ്പ് നിറഞ്ഞതായ മാധുര്യമുള്ളതായ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരുപാട് സുഖങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പടച്ച റബ്ബിനെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്നതാണ്. ഈ സദസ്സിൽ ഇന്ന് ഇവിടെ പുരുഷാരവം കുറവാണെങ്കിലും സ്ത്രീകളുടെ ബാഹുല്യം കൂടുതലാണ് എന്ന് അറിയപ്പെട്ടു. നമ്മുടെ എല്ലാ പരിപാടികൾ എടുത്തു നോക്കുകയാണെങ്കിലും അത് എന്താവട്ടെ, ഏറ്റവും കൂടുതൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളെ തന്നെയാണ്. അത് നന്മയായാലും തിന്മയായാലും. ഈയിടെയാണ് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കോട്ടുത്സവവും അതുപോലെ തന്നെ കല്ലിങ്ങൽ നേർച്ചയും അതുപോലെ തന്നെ പുതിയങ്ങാടി നേർച്ചയും വൈരങ്കോട് വേലയും ഒക്കെ കഴിഞ്ഞത്. അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിലെ തരുണിമണികളാണ് ഏറ്റവും കൂടുതൽ അവിടെയും പോപ്പുലേഷൻ കാണുന്നത്. എന്നാൽ ഒരു ദീനിൻ്റെ ഒരു മജ്ലിസിലേക്ക്, ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു മജ്ലിസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മുടെ തരുണിമണികളാണ്. എന്താണ് നമ്മുടെ അപജയം? അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, ദുനിയാവ് എന്നുള്ളത് പച്ചപ്പുള്ള മാധുര്യം നിറഞ്ഞതാണ്. ആ മാധുര്യത്തിൽ അവർ മതിമറന്നാടുക തന്നെ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ ഉപദേശമായിക്കൊണ്ട് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മരണം എന്നുള്ളതായ ഒരു സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ചും ബോധമുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ അപജയങ്ങൾ ഇങ്ങനെ? അധാർമിക ചിന്തകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ, അധാർമികമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ എന്തു പറ്റി നമുക്ക് എന്ന് ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷരീഫിൻ്റെ ദിനങ്ങൾ നമ്മിൽ നിന്നും ദിനേനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ഈ ദിനങ്ങൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സമ്പുഷ്ടമാക്കുന്നത് എന്ന് ഈ ഒരു വേള നെഞ്ഞത്ത് കൈവച്ചവരും ചിന്തിക്കേണ്ടുന്നതാണ്. കാരണം ഇത് നമുക്കൊരവസരമാണ്. ബാക്കി 11 മാസങ്ങളും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭുജിച്ചു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടിച്ചു, ഇങ്ങനെയെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. പക്ഷേ ഈ മാസം ശൈത്താനിനെ പോലും ചങ്ങലക്കെട്ടിരിക്കുന്ന മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ മാസത്തിൽ ശൈത്താന്റെ വിഹരങ്ങളില്ല, ശൈത്താന്റെ ആധിപത്യങ്ങളില്ല. എന്നിട്ടും നമുക്ക് മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവ് എന്നുള്ളത് ആ ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടവരല്ല, ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടവരല്ല എന്നുള്ള സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇതെല്ലാം നശിക്കുന്നതായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം നിലക്കുന്നതായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഇതെല്ലാം നശിച്ച് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല എന്തെല്ലാം ഈ ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിൽ പടച്ചു വച്ചിട്ടുണ്ടോ അതെല്ലാം നശിക്കുന്നതായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്.
ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ടതുണ്ട്. ആ ദിവസത്തെ നമ്മൾ അങ്ങനെ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സൂർ എന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് ഊതാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഇസ്രാഫീൽ ഒന്നാമത്തെ ഊത്ത് നീ ഊതുക എന്നുള്ളതായ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തോടു കൂടി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന എന്തെല്ലാം ചേതന അചേതന വസ്തുക്കളുണ്ടോ അത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തൂതി കഴിഞ്ഞതോടുകൂടി എല്ലാം തരിപ്പണമായി പോയി. അതിൻ്റെ അവസാനം മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാഥൻ ചോദിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ നാഥൻ പറയുന്നുണ്ട്, എല്ലാവരുടെ റൂഹും പിടിക്കണം. മലായികത്തീങ്ങളായിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ അവശേഷിക്കുമെന്ന ആ മലായികത്തീങ്ങളായിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരെയും നീ അവരുടെയൊക്കെ റൂഹ് നീ പിടിക്കണമെന്ന് അസ്രായീലിനോട് കൽപ്പിക്കുന്നുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരുടെ റൂഹും പിടിച്ചതിൻ്റെ ശേഷം അവസാനം പടച്ച റബ്ബ് ചോദിക്കുന്നുണ്ട് അസ്രായീലിനോട്, മംബഖിയ യാ അസ്രായീൽ, അസ്രായീൽ ഇനി ആരാണ് ബാക്കിയുള്ളത്? ഇനി ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അവസാനിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ജീവൻ തുടിക്കുന്നുണ്ടോ അസ്രായീൽ എന്ന് ചോദിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, ഞാനും നീയുമല്ലാതെ ഒരാളും ഇനി അവശേഷിക്കുന്നില്ല. ഞാനും നീയും മാത്രമാണ് ഈ ലോകത്ത് ബാക്കിയുള്ളത്. മറ്റുള്ള സർവ്വ ചരാചരങ്ങളുടെയും റൂഹിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനും നീയുമല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാൽ അസ്രായീൽ, നിനക്കറിയൂലേ, നീ കേട്ടിട്ടില്ലേ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ ഈ ലോകത്തിന് ഞാൻ വിളം ചെയ്ത പ്രഖ്യാപനം നീ അറിഞ്ഞിട്ടില്ലേ, നീ കേട്ടിട്ടില്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളെയും മരണം രുചിക്കുമെന്നുള്ള വാർത്ത നീ അറിഞ്ഞിട്ടില്ലേ? ആ വാർത്ത നീ കേട്ടിട്ടില്ലേ അസ്രായീൽ? ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, അസ്രായീൽ, അതുകൊണ്ട് നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കണം അസ്രായീൽ. എല്ലാവരുടെയും ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം എന്നോളവും നിനക്കില്ലേ. മൗത്തെന്ന സിംഹം, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ വരികളാണ്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് വന്നുപോയി. ആ ആളുകളുടെ മുഴുവനും റൂഹിനെ പിടിച്ച അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹിനെ അസ്രായീലിനോട് തന്നെ പിടിക്കാൻ പറയുന്ന സന്ദർഭം, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം റൂഹ് പിടിക്കുന്നത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പിടിക്കുമ്പോൾ അട്ടഹസിച്ചുകൊണ്ട് പറയുന്നുവത്രേ, അല്ലാഹുവേ, മരണത്തിന് സക്കറാത്തിന് ഇത്രയും കഠോരമായ വേദനയുണ്ടെങ്കിൽ ഒരാളുടെ റൂഹും ഞാൻ പിടിക്കുമായിരുന്നില്ല എന്ന് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും
കരഞ്ഞുകൊണ്ട് കണ്ണുനീരു ചാലിച്ചൊഴുകിക്കൊണ്ട് പറയുമെങ്കിൽ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആ സക്കറാത്തിന്റെ സമയത്ത് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ മുൻഗാമികൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ച് മരിച്ചവരുടെ ലിസ്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ആളുകളായി നമ്മൾ മാറണം. അവരാരും തന്നെ അധാർമിക ചിന്തകളിലേക്ക് വഴിവെച്ചവരല്ല. അവരാരും തന്നെ ഇതുപോലെയുള്ള ഈ ദുനിയാവിന്റെ പച്ചപ്പ് കണ്ടുകൊണ്ട് ദുനിയാവിലെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരല്ല. അവരുടെയൊക്കെ ഖൽബിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് അത് അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. ആ ഒരു ചിന്തയിലാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അത്തരം മരണങ്ങൾ വരിക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അങ്ങനെ അസ്റായീലിന്റെ റൂഹും അസ്റായീൽ പിടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ലോകത്തൊരാളും അവശേഷിക്കുന്നില്ല. ഇനി ഒരാളും ഒരു വസ്തുവും ലോകത്ത് ഈ പ്രപഞ്ചത്തിലില്ല. ആ സമയത്ത് ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു തആല തന്നെ അല്ലാഹുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് തന്നെ ചോദിക്കായിനൽ മുലൂക്, ഇന്നേ ദിവസത്തിന്റെ രാജാധികാരം ആർക്കാണടാ? ഈ ദിവസത്തിന്റെ രാജാധികാരം ആർക്കാണ്? ദുനിയാവിൽ ജീവിച്ച സമയത്ത് എത്രയോ സമ്പന്നമായി ജീവിച്ച് ഈ ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരെവിടെ? ഈ ലോകത്ത് സുഖസുന്ദരമായ രൂപം ലോകം ഭരിച്ചിരുന്ന രാജാക്കന്മാരെവിടെ? വൈന അബ്നാഉൽ മുലൂക്, ഈ രാജാധികാരം നൽകിയിരുന്ന രാജാധികാരിയെ ഈ രാജ്യം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ മക്കളെവിടെ? മക്കളെവിടെ? ലോകത്തിന്റെ നാഥൻ വിളിച്ചു ചോദിക്കുന്നു, ഐനൽ ജവാബിറ, അഹങ്കാരത്തോടു കൂടി ഈ ഭൂമിയിൽ വിലസിച്ചവരെവിടെ? അഹങ്കാരികളായിക്കൊണ്ട് ഈ ഭൂമിയിൽ വിന്യസിച്ചവരെവിടെ? എത്ര അഹങ്കാരികൾ ഉണ്ടായിരുന്നു ഇവിടെ? ആ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച ആളുകൾ എവിടെയെന്ന് ലോകത്തിന്റെ നാഥൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. വൈന ബിനാഉൽ ജവാബിറ, അഹങ്കാരികളായി ജീവിച്ച് മൺമറഞ്ഞു പോയവരുടെ മക്കളെവിടെ എന്ന് ലോകത്തിന്റെ നാഥൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനാരും മറുപടി നൽകുന്നില്ല. സർവചരാചരങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചുപോയി. ഇനി ആരാണ് ഈ ലോകത്ത് ബാക്കിയുള്ളത്? ആരുമില്ല, ആരുമില്ല, ആരുമില്ല. അല്ലാഹു ജഗനിയന്താവായ അല്ലാഹു അല്ലാതെ വേറെ ആരും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല. ആ സമയത്ത് പടച്ച റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ രാജാധികാരം ആർക്കാണടാ? ഈ ദുനിയാവ് അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെവിടെ? അവരുടെ മക്കളെവിടെ? അഹങ്കാരികളായി ഭൂമിയിൽ നടന്നിരുന്നവരെവിടെ? വിലസിച്ചിരുന്നവരെവിടെ? അവരുടെ മക്കളെവിടെയാണ്? അഹങ്കാരത്തിന്റെ കൊടുമുടി ചൂടിക്കൊണ്ട് ആരെയും അഹങ്കാരികളായി മനസ്സിലാക്കിക്കൊണ്ട് ആരെയും വിലവെക്കാതെ നടന്നിരുന്ന അഹങ്കാരികളുടെ മക്കളെവിടെ? 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 ഞാൻ തന്ന സുഖ സൗകര്യങ്ങൾ മുഴുവനും ഇച്ഛിച്ച്
ഞാൻ തന്ന സുഖ സൗകര്യങ്ങളിൽ മുഴുവനും ആഡംബരത്തോടു കൂടി ജീവിച്ച് എൻ്റെ ആരാധനകൾക്കപ്പുറത്ത് പോയി മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചവരെവിടെ? അതിനൊന്നും മറുപടിയില്ലാതെ പടച്ച റബ്ബ് തന്നെ മറുപടി പറയുന്നു, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നേ ദിവസത്തിന്റെ രാജാധികാരം ആർക്കാണ്? വമ്പന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ, അഹങ്കാരികളുണ്ടായിരുന്നല്ലോ ഇവിടെ. ഞങ്ങളെ മരണം പിടികൂടില്ല എന്ന് 1000 വട്ടം ഇവിടെ പറഞ്ഞു നടന്നവരുണ്ടായിരുന്നല്ലോ ഇവിടെ. അനറബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടായിരുന്നല്ലോ ഇവിടെ. അവരൊക്കെ ഇന്ന് എവിടെ പോയി? അവരൊക്കെ ഇന്ന് എവിടെ പോയി? ഈ ദിവസത്തിന്റെ രാജാധികാരം ആർക്കാണ്? പടച്ച റബ്ബ് ചോദിച്ച് പടച്ച റബ്ബ് തന്നെ മറുപടി പറയുന്നു, ലില്ലാ. ലില്ലാ, അല്ലാഹുവിനിക്കാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ദിവസത്തിന്റെ രാജാധികാരം എന്ന് പറയുന്നത് ജഗനിയന്തായ റബ്ബിന് തന്നെയാണ്. അല്ലാഹു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ടത്? ആ മാറ്റേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും പല ജാതി സ്വഭാവങ്ങളായിരിക്കാം, നമുക്ക് പല കൺസെപ്റ്റുകളായിരിക്കാം, നമുക്ക് പല ചിന്താഗതികളായിരിക്കാം. എന്നാൽ നമുക്ക് മാറ്റേണ്ടുന്നത് നമ്മുടെ സ്വശരീരത്തെ തന്നെയാണ്. ദുനിയാവിൽ അഹങ്കരിച്ചു കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്നെക്കാളും വലിയവനായോ അവനവൻ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിന്ത വേണേ, ഇതെല്ലാം നശിച്ച് തരിപ്പണമാകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ടേ. ആ ദിവസത്തിന്റെ രാജാധികാരം അല്ലാഹുവിന് മാത്രമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളറകളിൽ സദാ സമയവും ഉണ്ടായാൽ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിജയം നമുക്ക് തന്നെയാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഈ ഒരു ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടെങ്കിൽ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ നശിച്ചു പോകും. ഈ കാണിക്കുന്നതൊന്നുമല്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ട് മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാവരുടെ റൂഹും പിടിച്ചു കഴിഞ്ഞ് എല്ലാം തരിപ്പണമായി ഇനി മഹ്ശറ വൻസഭയിലേക്ക് നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ മുമ്പായി ഒരു വിഷയം പറയാം. നമുക്ക് ചിലപ്പോൾ ആ ഖിയാമത്ത് നാള് ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മുമ്പ് വരാനുള്ളത് ഖബറെന്ന് പറയപ്പെടുന്ന ആ ഇരുട്ടറയാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടു മുമ്പിലുള്ളത് ആ ഇടുങ്ങിയ ഖബറെന്ന് പറയപ്പെടുന്ന ആ ഒരു ഭവനമാണ്, ആ ശാശ്വതമായ ഭവനമാണ്. ആ ഖബറെന്ന് പറയപ്പെടുന്ന ആ ഭൂമിയിലേക്ക്, ആ ഭവനത്തിലേക്ക്
ആ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പോയവരാരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് വിവരിക്കാൻ, ഖബറിൽ ഇന്നതൊക്കെയുണ്ട് എന്ന് നമ്മളോട് വിവരിക്കാൻ ഇന്നേ വരെ ആ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. പോയവരാരെയും നമ്മൾ കണ്ടിട്ടില്ല. അത്തരമൊരു ചെന്നാൽ മടക്കമില്ലാത്ത ഒരു ഭവനം, ആ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സുഖസുന്ദരമായി നം കനൗമത്തിൽ അറൂസ്, പുതിയ ആപ്പിളയും പുതിയെണ്ണും ആ വിവാഹത്തിന്റെ ആദ്യ രാത്രി എങ്ങനെയാണോ മണിയറയിൽ രസിച്ച് രമിച്ച് കിടന്നുറങ്ങുന്നത്, അന്നേ ദിവസത്തിനെ പോലെ നിങ്ങൾ കിടന്നുറങ്ങണേ എന്ന് മലായികത്തീങ്ങളോട് മയ്യത്തുകളോട് പറയും. മലായികത്തീങ്ങൾ നമ്മളോടയും അത്തരമുള്ള മയ്യത്തുകളായി നമ്മുടെ മയ്യത്തുകൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാകണമെന്നുണ്ടെങ്കിൽ മുഅ്മിനെ മാറ്റേണ്ട ജീവിതങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പുതുതായി പല കണക്ഷനുകളും എടുക്കേണ്ടതുണ്ട്. പുതുതായി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ചെയ്യുന്നതാണെങ്കിൽ തന്നെയും ഇനിയും നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നാല് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പകർത്തപ്പെട്ടാൽ, ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അവന്റെ ഖബറിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അവൻക്ക് മോചനം ലഭിക്കുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള 4 മാർഗങ്ങൾ മഹാരഥന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, നിസ്കാരം സൂക്ഷിക്കണം. നിസ്കാരം സൂക്ഷിക്കണേ. നിസ്കാരം സൂക്ഷിക്കണേ. ഒന്നാമതായിക്കൊണ്ട് ഖബറിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് എളുപ്പമാകാൻ വേണ്ടി, ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, സ്വർഗം ഓശാരമായി ലഭിക്കാൻ വേണ്ടി ഒന്നാമതായിക്കൊണ്ട് മഹാരഥന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണേ. 50 വക്ത് നിസ്കാരമാണ് സമ്മാനമായി കൊണ്ട് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? ഒന്നാമതായിക്കൊണ്ട് മഹാരഥന്മാർ വിശദീകരിക്കുന്നു, നിസ്കാരം സൂക്ഷിക്കണേ. നിസ്കാരം ഇനി പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. ഇത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫാണ്. ഈ റമളാൻ ഷരീഫ് പടിയിറങ്ങുമ്പോഴും പെരുന്നാളിൻ്റെ സുദിനങ്ങളിലും നമ്മൾ തിരക്കുകളിൽ ഏർപ്പെടുമ്പോഴും
കല്യാണത്തിൻ്റെ ദിവസങ്ങളിലും മറ്റു ഫംഗ്ഷനുകളുടെ ദിവസങ്ങളിലും നിസ്കാരം നമ്മൾ സൂക്ഷിക്കണേ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് നിസ്കാരം സൂക്ഷിക്കലാണ്. രണ്ടാമതായി കൊണ്ട് മഹാരഥന്മാർ പറയുന്നത് ദാനധർമ്മങ്ങൾ നൽകലാണ്, സ്വതക്കകൾ അധികരിപ്പിക്കലാണ്. സ്വതക്ക എങ്ങനെ അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ എങ്ങനെ അധികരിപ്പിക്കുക? നിന്നോട് ആരെങ്കിലും ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ അവനെ ആട്ടിവിടരുതേ എന്ന് പരിശുദ്ധമാക്കപ്പാന്റെ പ്രഖ്യാപനം നമ്മളോട്. നമ്മളോ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിവിടുന്നു. ഉമ്മയില്ല ഉപ്പയില്ല എന്ന് പറഞ്ഞ് ആട്ടിവിടുന്നു. ഇവിടെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒഴിവാക്കുന്നു. അറിയുമോ നിങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ, ഉമ്മഹാത്തുൽ മുഅ്മിനായ ലോകത്തിന്റെ പ്രവാചകൻ മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കല് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ കയ്യിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുമായി ഒരു സ്ത്രീ വന്ന സമയത്ത് ആയിഷ ബീവിയുടെ കയ്യിൽ ഒന്നുമില്ല. ആയിഷയുടെ വീട്ടിൽ പട്ടിണിയാണ്. തീ പുകഞ്ഞിട്ടില്ല, അടുപ്പ് കത്തിയിട്ടില്ല. ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശന്ന വയറുമായി വരുമ്പോ ലോകത്തിന്റെ ഹബീബിന് നൽകാൻ പോലും ആയിഷ ബീവിയുടെ വീട്ടിലൊന്നുമില്ല. ആ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്ന രംഗമുണ്ട്. തന്റെ 2 കുഞ്ഞുങ്ങളുമായി ആ സ്ത്രീ കടന്നു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു വന്നവനെ ആട്ടിവിടരുതേ എന്ന പ്രഖ്യാപനം, ഖുർആനിന്റെ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോയി പരതി നോക്കിയപ്പോൾ ഒരു ഈത്തപ്പഴം കണ്ടു. ആ ഈത്തപ്പഴം മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ സ്ത്രീക്ക് നൽകുകയാണ്. ഈ സ്ത്രീക്ക് നൽകിയ ഉടനെ തന്നെ ഈ സ്ത്രീ ചെയ്തത് തന്റെ 2 മക്കൾക്കും ആ ഈത്തപ്പഴം അങ്ങ് നടുമുറിച്ചു കൊടുത്തു. നമ്മളെ വീട്ടിലൊക്കെ എത്ര ആളുകൾ ദിനേന വരുന്നു. പട്ടിണിയാണ് ആയിഷ ബീവിയുടെ വീട്ടില്. ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പട്ടിണിയുമായി വിശന്ന വയറുമായി വിശപ്പിന്റെ കാഠിന്യത്താൽ വയറിൽ കല്ല് വെച്ച് കെട്ടിയ ഹബീബ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ പോലും മുത്ത് ഹബീബിന് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ആ വീട്ടിൽ ഒരു സ്ത്രീ കടന്നു വന്നപ്പോ തന്റെ 2 മക്കളുമായി എന്തെങ്കിലും നൽകണേ എന്ന ആവശ്യവുമായി ഒരു സ്ത്രീ കടന്നു വന്നപ്പോ വീടിന്റെ അകത്തളത്തേക്ക് പോയി ഒരു ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുത്ത രംഗം ചിന്തിക്കണേ. ആരുമില്ല എന്ന് പറഞ്ഞ് ആട്ടിവിടുമ്പോ നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ റോൾ മോഡൽ ആയിഷ ബീവിയാണേ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ലോകത്തിന്റെ ഹബീബിന്റെ പ്രിയ പത്നിയാണ്, നമ്മുടെ മാതൃകയാണ്. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി ചെയ്തൊരു ഈത്തപ്പഴം നൽകി. ആ സ്ത്രീ അത് പിളർത്തി 2 കഷണമാക്കി പിളർത്തി 2 കുഞ്ഞുങ്ങൾക്ക് നൽകി. ആയിഷയുടെ വീട് കാലിയാണ്, ഇനി ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല.
ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവി സംഭവം പറഞ്ഞു കൊടുത്തപ്പോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ, ഈ ഈന്തപ്പനയുടെ ഈത്തപ്പഴത്തിൻ്റെ ചൊള കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണേ. എന്താ വിചാരിച്ച്? ഒരാള് വന്ന് ചോദിക്കുമ്പോ എത്രയാണോ കയ്യിലുള്ളത്? നമുക്കറിയാമല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് പോയ സംഭവം, ആ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ മുശാവറയിൽ നിന്ന് തിരിച്ചു വരുമ്പോ 2 രൂപ കിട്ടും. ചൂട്ട് കത്തിച്ച് വാഴക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്രാൻസിസ് റോഡിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര ബിന്ദുവായ ആ ഓഫീസിലേക്ക് മുശാവറ കൂടാൻ വേണ്ടിയിട്ട് രാത്രിക്ക് രാത്രി ചൂട്ട് കത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നടന്നു പോകുമത്രേ. ആ കയ്യില് കാശില്ല, സമസ്തയുടെ പ്രസിഡന്റാണ്, കയ്യില് കാശില്ലാത്ത കാരണത്താൽ നടന്നു പോയി. ആ തിരിച്ചു വരുമ്പോൾ മുശാവറയിൽ നിന്നൊരു 2 രൂപ നൽകും. 2 രൂപ നൽകും ബസ്സിന് വേണ്ടിയിട്ട്, ബസ് കയറാൻ വേണ്ടി 2 രൂപ നൽകും. ആ 2 രൂപയുമായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു യാചകൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ വന്നു. ഒരു യാചകൻ കൈനീട്ടിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ വന്നു. കണ്ണിയത്ത് ഉസ്താദ് ഒന്നും നോക്കിയില്ല. 2 രൂപ മുശാവറയിൽ നിന്ന് കിട്ടിയ പൈസയുണ്ട്. ആ 2 രൂപ ഈ യാചകന് നൽകി. നമ്മളവസ്ഥ എന്താ? കീശയിൽ 100 റുപ്യ ആണെങ്കിൽ 10 റുപ്യ കൊടുക്കുവോ? ചിന്തിക്ക്. മാറ്റം എവിടെ നിന്ന് വരണം? വീട്ടിലേക്ക് ആരെങ്കിലും ചോദിച്ചു വന്ന ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാളെ പേരക്കുട്ടിനെ പറഞ്ഞേക്കുക നമ്മൾ. ചിന്തിക്ക്. കണ്ണിയത്ത് ഉസ്താദ് 2 രൂപ നൽകിക്കൊണ്ട് ഇനി ഉസ്താദിന്റെ പോക്കറ്റിൽ കാശില്ല, നടക്കുകയാണ്. ചൂട്ട് കത്തിച്ച് വന്ന മഹാനവറുകൾ കോഴിക്കോട് നിന്ന് വീണ്ടും വാഴക്കാട്ടേക്ക് നടക്കുകയാണ്. കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടേക്ക് വീണ്ടും നടന്നുപോയി എന്ന് ചരിത്രം പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും നമ്മൾ എന്തേ ചെലവഴിക്കാൻ മടിക്കുന്നു? ഇനി ഇവിടെ കുറച്ച് ഞാൻ ബക്കറ്റ് പിരിവുണ്ടാവും, ഉണ്ടോ? ഇല്ല, അൽഹംദുലില്ലാഹ്. നിങ്ങൾ കഴിച്ചില്ലായി, മാഷാ അല്ലാഹ്. ശനിയാഴ്ച പിരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് തന്നെ നെയ്യത്ത് വെക്കുക. ആ 10 റുപ്യ ചുരുട്ടി കൊണ്ടുവരേണ്ട പരിപാടിയൊക്കെ ഒഴിവാക്കുക. കായില്ലാത്തോണ്ടല്ലോ 10 റുപ്യ ചുരുട്ടി പിടിച്ചിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ഗതികേട്. എവിടെയാണ് നമ്മൾ മാറ്റം വരേണ്ടത്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെക്കുക. ഉണ്ടായിട്ടും പിശുക്കി ജീവിക്കുമ്പോഴോ അത് വേറെ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ നമ്മളെ സമീപിക്കുമ്പോൾ നല്ല തുക തന്നെ അതിൽ നിക്ഷേപിക്കണം. ആ 10 റുപ്യ ചുരുട്ടലൊക്കെ ഒഴിവ്, അതൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ 10 റുപ്യ പിച്ചക്കാർ വരെ 10 റുപ്യ സ്വീകരിക്കൂല, ഉള്ളതാണ്. മാണ്ട പറഞ്ഞ എനിക്ക് ഞാൻ വേണമെങ്കിൽ 20 റുപ്യ അങ്ങോട്ട് തരാന്ന് പറയും.
ആ കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് യാചകന്മാർ വരെ. അപ്പം അതൊക്കെ ഒഴിവാക്കണം. ഇത് ഇൽമിൻ്റെ മജ്ലിസുകളാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളാണ്, സ്വർഗത്തിൻ്റെ മജ്ലിസാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമേ ഉള്ളൂ. ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുള്ളൂ. അതിൽ ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന്, ആയിഷ ബീവിയുടെ ഭവനത്തിൽ നിന്ന്, തന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് മഹാന്മാരായ അഹ്ലു സുഫയുടെ സ്വഹാബാക്കന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ നടന്നു നീങ്ങിയ വഴിയില്ലേ, ഉംറക്കും ഹജ്ജിനും പോയവർക്കറിയാമല്ലോ, അവിടെ പ്രത്യേകമായി കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അടയാളപ്പെടുത്തിയ ആ മിമ്പറിന്റെയും ആയിഷ ബീവിയുടെയും രണ്ടിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം അഹ്ലു സുഫയുടെ സ്വഹാബാക്കന്മാര് ക്ലാസ്സിന് വേണ്ടി, ഇൽമ് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആ സ്ഥലം, അതാണ് സ്വർഗത്തിന്റെ പൂന്തോപ്പ്, ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ രണ്ടാമത്തെ സ്വർഗമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും വന്നിരിക്കുന്ന ഈ മായിനങ്ങാടി മദ്രസയിലൂടെ ഈ കാമ്പൗണ്ടിന്റെ ഉള്ളിലാണ്. ദുനിയാവിലെ മറ്റൊരു സ്വർഗത്തിലാണ് ഇപ്പൊ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് എന്നുള്ളത് അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ പെട്ടതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ ഈ സദസ്സിലേക്കൊക്കെ വരുമ്പോൾ ചുരുട്ടിക്കൂട്ടലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നീളമുള്ള നല്ല നീർത്തി പിടിച്ച ആ പച്ച നോട്ടും പിന്നെ അല്ലേ, പിന്നെ അതേമാതിരി തന്നെ 5ഉം 2 പൂജ്യമൊക്കെ ഉള്ള നോട്ടും, ഏതായാലും 2ഉം 3 പൂജ്യമുള്ള നോട്ട് നിരോധിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും അത് കിട്ടൂല. അപ്പൊ 5ഉം 2 പൂജ്യമൊക്കെ ഉള്ള ആ നോട്ടൊക്കെ വരിക. നമ്മുടെ പരിപാടികൾ വിജയിക്കണം. നമ്മുടെ ഈ മദ്രസയ്ക്ക് ഇങ്ങനെ നടന്നു പോകേണ്ടതിൻ്റെയൊക്കെ ഒരു മുതൽക്കൂട്ടുകളും കൂടിയാണ് അതൊക്കെ. ആ പൈസ ഒന്നും ആരും കമ്മിറ്റിക്കാർക്ക് ഗീസയ്ക്ക് എടുത്തേക്കാനുള്ളതോ അല്ലെങ്കിൽ അങ്ങൾ തന്ന കായ് മുഴുവനും ഞാൻ കൊണ്ടുപോകാൻ പള്ളിപ്പട വരുന്ന ഉസ്താദുമാർ പ്രസംഗിച്ചു പോകുമ്പോൾ ഒന്നായിട്ട് ഗീസയ്ക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് ഇത് ഈ സ്ഥാപനം എന്നുള്ളതും സ്വർഗമാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ പെട്ടതാണ് ഈ സ്ഥാപനം. കാരണം ഇത് സ്വർഗമാണ് എന്ന് പറയാൻ 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇതിൽ വേറെ ഒരു ലക്ഷ്യമില്ല. ദീനീ വിജ്ഞാനങ്ങളെ നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് നൽകാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ് ഈ സ്ഥാപനം, ഈ മദ്രസ പ്രസ്ഥാനം. അപ്പൊ ഇത് തീർച്ചയായും സ്വർഗത്തിന്റെ പൂന്തോട്ടം തന്നെയാണ്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് സ്വർഗം നേടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ആ പിരിവിലൊക്കെ നല്ല ഉഷാറായിട്ട് ആൾക്ക് വരുമ്പോഴും ഇനി ബക്കറ്റ് പിരിവിക്കല്ലെങ്കിലും ഇന്റെ വക ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിലൊക്കെ ഈ സ്വർഗത്തിന്റെ ഭാഗവാക്കാക്കിയിട്ട് ആൾ മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിരിവില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പോണില്ല. അപ്പൊ എല്ലാവരും സഹകരിക്കാം. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ രണ്ടാമതായിക്കൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. രണ്ടാമതായിക്കൊണ്ട് ഖബറിൽ നിന്നുള്ളതായി രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം എന്നുള്ളത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടണം. ഖബർ നമുക്ക് എളുപ്പമാകണം, ഖബർ നമുക്ക് പ്രകാശപൂരിതമാകണം, ഖബർ നമുക്ക് കുടുസാകരുത് വിശാലമായി മാറണം. ഖബറിൽ നമുക്ക് സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞു നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ പറയുന്നത് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. വല്ലാതെ ധർമ്മിഷ്ഠനായി മാറിയാൽ
കൊടുത്തോ, കൊടുത്തവന് അള്ളാഹു ഒട്ടും കുറക്കുകയില്ല, അവന് അള്ളാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടന്നു. ഈ സന്ദർഭത്തിൽ ആലോചിച്ചു പോവുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ 100 വർഷങ്ങൾ തികഞ്ഞ ഒരു മഹാസമ്മേളനം, അന്താരാഷ്ട്ര സമ്മേളനം കഴിഞ്ഞു. അതിന്റെ ക്യാമ്പ് അതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി. 3-ാം തീയതി 4-ാം തീയതി മുതൽ അതിന്റെ ക്യാമ്പ് തുടങ്ങി. ആ ക്യാമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പേ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന 33,313 അംഗങ്ങൾക്ക് 5 ടാസ്കുകൾ നൽകിയിരുന്നു. അതിൽ ഒരു ടാസ്ക് രോഗിയെ സന്ദർശിക്കുക. ഇങ്ങനെ വിധങ്ങളായിട്ട് ഒരു കിറ്റ് കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഒരു കിറ്റ് നൽകുക. റമദാനാണ് പടിവാതിലിൽ വന്ന് നിൽക്കുന്നത്, പെരുന്നാളാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ, നമ്മുടെ പാവപ്പെട്ട ആളുകളെ അങ്ങോട്ട് വിളിച്ചു വരുത്താതെ, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്താതെ, പാവപ്പെട്ട ആളുകൾ എവിടെയാണോ ഉള്ളത് ആ പാവപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ച് ആ വീടുകളിലേക്ക് നമ്മൾ പോയിട്ട് ഒരു കിറ്റ് നൽകുക എന്നുള്ള അദ്രമാനാജിക്കൊക്കെ അറിയാമായിരിക്കും. അവരൊക്കെ പങ്കെടുത്തവരാണ്. ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ലേ? അവർക്കൊക്കെ അറിയാം. ക്യാമ്പിൽ പങ്കെടുത്തവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം. അങ്ങനെ ജനങ്ങൾക്ക് അങ്ങോട്ട് പോയി കിറ്റ് കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം, അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 ടാസ്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവെച്ചത് ഇന്നും ഓർക്കുകയാണ്. ഒരു സുഹൃത്ത് തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ഉസ്താദെ, മുഷാവറ ഉസ്താദുമാർ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉസ്താദ് പറഞ്ഞ സമയത്ത് ഞാനൊരു കിറ്റ് കൊടുത്തു. ഒരു 5000 രൂപ വിലമതിക്കുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യ സാധനങ്ങൾ, റമദാനൊക്കെ അല്ലേ, അപ്പൊ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5000 രൂപ വിലമതിക്കുന്ന ഒരു കിറ്റ് ഞാൻ നൽകി. ആ ആഴ്ച ഞാൻ എൻ്റെ നാട്ടിലേക്ക്, ഗൾഫിലുള്ള ആളാണ്, വിദേശത്തുള്ള ആളാണ്, ഞാൻ വിദേശത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഞാൻ വരികയാണ്. 10,000 രൂപയുടെ സാധനങ്ങൾ എൻ്റെ അറബി എൻ്റെ മക്കൾക്ക് ഗിഫ്റ്റ് തന്നു. കൊടുത്തു, കിട്ടി. 5000 രൂപ അദ്ദേഹം പാവപ്പെട്ട ആളെ തിരഞ്ഞു പിടിച്ച്, ഇനി സക്കാത്തിന്റെ സമയങ്ങളാണ്, പേരൻ്റെ ഉമ്മറത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മേശയിട്ട് കുത്തിറക്കും. വരുന്ന ഇങ്ങനെ 500 200 എന്നാണ് കൊടുക്കും. അതൊന്നും ആവരുത്. പാവപ്പെട്ട അങ്ങനെ വരുന്നവർക്ക് നമ്മൾ കൊടുക്കണം. അതല്ലാതെ അതിൻ്റെ പുറത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞാണ് നമ്മളോട് യാചിക്കാൻ വരുന്നില്ല. എത്രയോ വീടുകളുണ്ട് പട്ടിണിയും പരിവട്ടവുമായി ഒരു നേരത്തെ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയുള്ള വീടുകൾ ഇന്നുമുണ്ട്. നമ്മുടെ മഹല്ലത്തിലടക്കമുണ്ട്. ഈ വാണിയന്നൂരിനെ കുറിച്ച് എനിക്കറിയാവുന്നതാണ്. ഞാനിവിടെ പഠിച്ച ആളാണ്, ഇവിടെ ഈ മദ്രസയിൽ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് ഈ നാടുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ മരക്കാർ ഉസ്താദിന്റെ ശിഷ്യനൊക്കെ എന്നെ പലർക്കും അറിയാം. ബാവക്കാക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, അദ്രമാനജിക്കൊക്കെ അറിയാം. നാടുമായിട്ടൊരു ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ നാട്ടിലടക്കം കൈ നീട്ടി യാചിക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിൽ പേടിച്ച് ഒരാളോടും പരിഭവങ്ങൾ പറയാതെ ജീവിക്കുന്ന എത്രയോ വീടുകൾ ഈ മഹല്ലത്തിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെയുള്ള സ്ഥലങ്ങളിലുണ്ട്. അവരെ നമ്മൾ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടുന്ന സഹായം അങ്ങോട്ട് പോയി നമ്മൾ നൽകണം. അതിലാണ് ബറക്കത്തുണ്ടാവുക. ഇദ്ദേഹം ആ പണി ചെയ്തു. അദ്ദേഹത്തിന് ആ ആഴ്ച അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അറബി അദ്ദേഹം ചെലവഴിച്ചതിനേക്കാളും ഇരട്ടിയായിക്കൊണ്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റുകൾ നൽകി. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്തോ കിട്ടും, പൂത്തിവെച്ചോ നഷ്ടപ്പെട്ടു
വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പൂത്തിവെക്കുന്നവരാകരുത്, നഷ്ടപ്പെടുത്തി കളയുന്നവരാകരുത്. നമ്മൾ കിട്ടിയതിൽ നിന്ന് നമ്മൾ നൽകിയാൽ അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത്തരം ആളുകളായി നമ്മൾ മാറണം. അതുകൊണ്ട് രണ്ടാമതായി കൊണ്ട് ഖബറിൽ നിന്നുള്ളതായ രക്ഷപ്പെടാനുള്ള മാർഗം, ഇതൊക്കെ വിശാലമായ ലോകമാണ്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. രണ്ടാമതായി കൊണ്ട് ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ നൽകലാണ്, അത് അധികരിപ്പിക്കലാണ്. മൂന്നാമതായി കൊണ്ട് മഹാന്മാർ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഒരുപാട് ഖുർആൻ ഇപ്പൊ നമുക്ക് കിട്ടിയ അവസരങ്ങളാണ് ഇതൊക്കെ. വിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനു ശരീഫ് നമുക്ക് കിട്ടുന്ന വലിയ അസുലഭ മുഹൂർത്തങ്ങളാണ്. ഒരുപാട് നമുക്ക് സമയങ്ങൾ, ഈ സമയത്ത് നമുക്ക് എത്ര തിരക്കുള്ള മനുഷ്യരാണെങ്കിലും റമദാനിൽ ഒരു ഒഴിവ് എന്ന് പറയപ്പെട്ട സംഗതി അത് അല്ലാഹു തരും. നമ്മൾ ഉപയോഗിക്കലുണ്ടോ ഉപയോഗിക്കലില്ലേ അത് നമ്മുടെ കാര്യം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ള മാസങ്ങളിൽ മുഴുവനും എൻഗേജ്ഡിലാക്കിയാലും തിരക്കിലാക്കിയാലും ഈ മാസം അയാൾക്കൊരു ഫ്രീ കൊടുക്കും. ആലോചിച്ച് നോക്കിക്കോളി, നിങ്ങൾക്ക് തന്നെ ഫ്രീ ഉണ്ടോ എന്ന് നോക്കിക്കോളി. മറ്റുള്ള മാസങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം എവിടേക്കൊക്കെ പോകണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം നടത്തേണ്ടതുണ്ട്. റമദാൻ ആയി കഴിഞ്ഞാൽ ഒന്ന് കുറയും. കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഖുർആൻ പാരായണം നമ്മൾ അധികരിപ്പിച്ചാൽ, ഒരുപാട് ഖത്മുകളെ നമ്മൾ അധികരിപ്പിച്ചാൽ, നാളെ ചെന്ന് കിടക്കാനുള്ള ആ 6 അടി മണ്ണുണ്ടല്ലോ, ഖബറെന്ന് പറയപ്പെടുന്ന ആ ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിൽ നമുക്ക് രക്ഷ നേടാം. ആ ഭവനത്തിന്റെ ആതിഥേയരെന്ന് പറയുന്നത് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ആ ഖബറെന്ന് പറയപ്പെടുന്ന വീട്ടിലുള്ളത് പാമ്പുകളാണ്, പുഴുക്കളാണ്, തേളുകളാണ്. ഇവിടെ നിന്ന് ദുനിയാവിൽ നിന്ന് നമ്മൾ എന്തെല്ലാം വസ്തുക്കളെയാണോ പേടിക്കുന്നത്, ആ വസ്തുക്കൾ മുഴുവനിടയിൽ ജീവിക്കുന്ന വസ്തുക്കൾ മുഴുവനും നമ്മുടെ ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുമേ. ആ സമയത്ത് നമുക്ക് രക്ഷ വേണം. നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പാമ്പുകളോ തേളുകളോ പുഴുക്കളോ മറ്റോ ഹിംസ്രജന്തുക്കളോ നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മൂന്നാമതായി കൊണ്ട് മഹാരഥന്മാർ പറയുന്നത് ഖുർആൻ പാരായണം അധികരിപ്പിക്കണേ. ഖുർആൻ പാരായണം നിങ്ങൾ അധികരിപ്പിച്ചാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയാണേ. നാലാമതായി കൊണ്ട് അവസാനമായി കൊണ്ട് മഹാരഥന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണേ. പടച്ച റബ്ബിലേക്ക് ദിക്റുകൾ വർദ്ധിപ്പിക്കണേ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണേ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണേ. എന്നാൽ ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അയാളുടെ ജീവിതത്തിലേക്ക് അയാൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ ആ ഈ 4 കാര്യങ്ങൾ കാരണം അയാളുടെ ഖബറിൽ നിന്ന് അയാൾക്ക് ശിക്ഷയിൽ നിന്നും മറ്റുമൊക്കെ അയാൾക്ക് രക്ഷപ്പെടാം. ഖിയാമത്ത് നാൾ വരെ നേരത്തെ മലായികത്യങ്ങൾ നമ്മളോട് പറഞ്ഞ നം കനൗമത്തിൽ അറൂസ്, നം കനൗമത്തിൽ അറൂസ് എന്നുള്ളതായ ആ ഒരു പുതിയാപ്പിളയും പുതിയെണ്ണും കിടന്നുറങ്ങുന്നതായ രൂപത്തിൽ ആദ്യ രാത്രിയിൽ അവർ എങ്ങനെയാണോ കിടന്നുറങ്ങിയത്
അതേ രൂപത്തിൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നമുക്ക് സുഖസുന്ദരമായി ഉറങ്ങാം. ആരും നമ്മളെ എണീപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഈ പറയപ്പെട്ട പാമ്പുകളോ പുഴുക്കളോ മറ്റു ജന്തുക്കളോ ഒന്നും നമുക്ക് നമ്മുടെ ഖബറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നിങ്ങനെ ഇലാ യൗമിൽ ഖിയാമത്ത് നാളിൻ്റെ സമയം വരെ ഇങ്ങനെ ഖബറിൽ സുഖസുന്ദരമായി ജീവിച്ച് സുഖസുന്ദരമായ രൂപത്തിൽ കഴിഞ്ഞ് അവസാനം ഒരു വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഊതുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ ഊതുന്ന സമയത്ത് എല്ലാ മനുഷ്യരും അവരുടെ ഖബറുകളിൽ നിന്ന് അവരെവിടെയാണോ കുഴിച്ചിടപ്പെട്ടിട്ടുള്ളത് അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പൊടി തട്ടി എഴുന്നേറ്റ് വരുന്ന സന്ദർഭം വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് മലായികത്തുകൾ പറയുന്ന ഒരു വാക്കുണ്ട് ബുശ്റാക്കുമുൽ യൗം, സന്തോഷിച്ചോളൂ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള ദിവസമാണ്, സന്തോഷിക്കാനുള്ള ദിവസമാണ്. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ خالدين فيها ذلك هو الفوز العظيم. ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. അന്നേ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മുമ്പിലും പിമ്പിലും സൈഡിലും എല്ലായിടങ്ങളിലും പ്രകാശമാണ്. ആ സമയത്ത് അവരോട് മലായികത്തുകൾ പറയുന്നുണ്ട് ബുശ്റാക്കുമുൽ യൗം. ദുനിയാവില് എത്രയോ സുഖങ്ങൾ നിനക്ക് ഞാൻ നൽകി, പടച്ച റബ്ബ് നിങ്ങൾക്ക് എത്രയോ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് നൽകി. ആ സുഖങ്ങളിലൊന്നും നിങ്ങൾ പെടാതെ അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിച്ചില്ലേ? എത്ര സുഖങ്ങളെ സുഖ സൗകര്യങ്ങളെ നിങ്ങൾക്ക് നൽകി. പടച്ച റബ്ബ് കാംക്ഷിച്ച രീതിയിൽ, പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട രീതിയിൽ നിങ്ങൾ ജീവിച്ചില്ലേ? ആ ജീവിച്ച കാരണം കൊണ്ട് പടച്ച റബ്ബ് നിങ്ങളോട് 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞ ആ 5 വക്തും കൃത്യമായി നിസ്കരിച്ച കാരണത്താൽ മാത്രമല്ല, നിങ്ങളോട് നിങ്ങൾക്ക് പടച്ച റബ്ബ് സമ്പത്ത് തന്നു. ആ സമ്പത്ത് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ നിങ്ങൾ ചെലവഴിച്ചു. ആ കാരണത്താൽ അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നിങ്ങളോട് ഓതാൻ പറഞ്ഞു. ആ ഖുർആൻ ശരീഫുകൾ നിങ്ങൾ വേണ്ട പോലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി. ഒരുപാട് ഖത്മുകൾ നിങ്ങൾ തീർത്തു. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ നിങ്ങൾ ചൊല്ലി തസ്ബീഹുകളെ അധികരിപ്പിച്ചു. ഈ കാരണത്താൽ ഇന്ന് നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് നിങ്ങൾ വ്യസനിക്കണ്ട, ഇന്ന് നിങ്ങൾ ബേജാറാവണ്ട. ബുശ്റാക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതാണ്, ആഹ്ലാദിക്കാനുള്ളതാണ്, സന്തോഷം പങ്കിടാനുള്ളതാണ്.
ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് ഈ 4 കാര്യങ്ങൾ മഹാരഥന്മാർ പഠിപ്പിച്ച ഈ 4 കാര്യങ്ങളും അതിൻ്റെ വേണ്ടതുപോലെ ചെയ്യാതെ നിസ്കാരം അലസമായി കരുതിയ അലസതയോടുകൂടി നിസ്കാരത്തെ കണ്ട്, അതുപോലെ തന്നെ ഖുർആന് തൊട്ടു നോക്കാതെ അല്ലെങ്കിൽ ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാതെ, നല്ലതായ കാര്യങ്ങൾ ചെയ്യാതെ, നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാതെ ഇങ്ങനെയൊക്കെ നടന്ന ആളുകൾക്ക് നാളെ അവരെ തട്ടി അവിടെ ഖബറിലുള്ളതായ അദാബുകൾ ഒരുപാടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവരെ വിളിച്ചുണർത്തുന്ന സമയത്ത് അവര് പറയുന്നുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ? ഞങ്ങൾ സുന്ദരായിട്ട് ഉറങ്ങിയല്ലോ. ആരാ ഞങ്ങൾ വിളിച്ചുകൊണ്ട്? നല്ല ആളുകൾ പറയുന്നൊരു വർത്തമാനം. ആരാ ഞങ്ങൾ വിളിച്ചുണർത്തി? ഞങ്ങൾ സുന്ദരമായി നല്ല കിനാവുകളൊക്കെ കണ്ട് കിടന്നുറങ്ങായിരുന്നല്ലോ, സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ച് ഇറങ്ങായിരുന്നല്ലോ. ആരാ ഞങ്ങൾ വിളിച്ചുണർത്തിയത്? ഖാലു ഹാദാ വഅദനർ റഹ്മാൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് വഅദ ചെയ്ത, കരാർ ചെയ്ത ദിവസമാണല്ലോ. അൽഹംദുലില്ലാഹ് എന്ന വാചകവുമായി അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫിലൂടെയും അല്ലാഹു പറയുന്നു, അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി കീർത്തനവുമായി അവർ എഴുന്നേൽക്കും. അന്നേ ദിവസം മലായികത്തുകൾ അവരോട് പറയും, ബുശ്റാകുമുൽ യൗം. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്. അവര് പറയുന്നത് യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ ൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ ഫളുരിബ ബൈനഹും ബിസൂരില്ലഹ് ബാബുൻ ബാതിനു ഫീഹി റഹ്മതു വളാഹിറുഹു മിൻ ഖബ്ലിഹിൽ അദാബ്. അവർ ശഖീയങ്ങളായിട്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ മഹ്ശറാവൻ സഭയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു രംഗമുണ്ട്. ആ രംഗത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹ്ശറാവൻ സഭയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ബുറാഖ് എന്ന് പറയപ്പെടുന്ന ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ച ആ വാഹനത്തിന്റെ പുറത്ത് കയറിക്കൊണ്ട് ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ തങ്ങൾ കടന്നു വരുമത്രേ. ഫാത്തിമ കടന്നു വരുന്നത് റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത് ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസ്വ എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ പുറത്ത് കയറിക്കൊണ്ട് മഹ്ശറിലേക്ക് വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്, ബിലാൽ ഇബ്നു റബാഹ് ഉറക്കെ ബാങ്ക് വിളിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. വലിയൊരു ഘോഷയാത്രയായിക്കൊണ്ട് ഇവര് കടന്നു വരുന്നുണ്ട്.
ഇങ്ങനൊരു രംഗം നാളെ മഹ്ശറ വൻസഭയിൽ നമുക്ക് വരാനുണ്ടേ. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക് ദുനിയാവിൽ മതിമറന്ന് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ ആഡംബരമാക്കി ജീവിച്ച, പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്ന, പടച്ച റബ്ബിനെ ഓർക്കാതെ നല്ലതായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാതെ ചീത്ത കാര്യങ്ങളുമായി നടന്ന തെമ്മാടികളുണ്ടല്ലോ, ദുനിയാവിലെ പരാജിതരെന്നറിയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ നാളെ മഹ്ശറയിലേക്ക് വരുന്ന രംഗമുണ്ട്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണാം, കുറേ താറാവിൻ്റെ കുട്ടികളുണ്ടാവും. ഒരു ചങ്ങായി ഒരു വടിൻ്റെ തലക്കൽ ഒരു കവറെടുത്ത് ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ തൊഴിച്ചു കൊണ്ടുപോകണം. എങ്കിൽ ഈ നാൽക്കാലികളൊക്കെ ഉള്ള വീടുകളിലുള്ള ആൾക്കാർക്കറിയാം, പശുക്കൾ തോനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുമ്പിലൊരു പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകും, ബാക്കിൽ ഇങ്ങനെ ഒരാളുണ്ടാവും ആട്ടിത്തൊഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നതുപോലെ മലായിക്കത്തിങ്ങൾ ആട്ടിത്തൊഴിച്ച് കൊണ്ടുപോകും. അവർക്കൊരു ഡ്രൈവർ ഉണ്ടാകും, പിന്നിലൊരാളുണ്ടാകും. അവരിങ്ങനെ കൂട്ടം തെറ്റുമോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ആട്ടിത്തൊഴിച്ച് കൊണ്ടുവരുന്നൊരു രംഗമുണ്ട്. പരാജിതരായ ആളുകൾ, നന്മയാർന്ന ആളുകളെ, നന്മയുടെ വക്താക്കളെ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ ബുറാക്കിൽ കടന്നു വരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ കസുവ എന്ന് പറയപ്പെടുന്ന ഒട്ടകപ്പുറത്ത് തന്റെ കരളിന്റെ കഷണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അതിന്റെ പിന്നാലെ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ കൂട്ടുകാരായ ഇടങ്കയ്യും വലങ്കയ്യുമായിരുന്ന അബൂബക്കർ തങ്ങളുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുണ്ട് റളിയല്ലാഹു അൻഹു, തന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമയുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് മുന്നിൽ നിന്ന് ബാങ്ക് വിളിയുമായി വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് സ്വഹാബാക്കന്മാർ അണിനിരക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ മുഅ്മിനുകളായ ഈ പറയപ്പെട്ട ആളുകൾ അതിന്റെ പിന്നിലുണ്ട്. ഒരു നല്ല റാഹത്തായി ലിവാ ഉൽ ഹംദിന്റെ താഴെ നല്ല രൂപത്തിൽ അവർ കടന്നു വരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചീത്ത ആളുകൾ കടന്നു വരുന്നത് അവരെങ്ങനെ തൊഴിച്ചിങ്ങനെ കൊണ്ടുവരികയാണ്. നടക്കടാ, എൻ്റെ ദിവസമാണിന്ന്, നിനക്കുള്ള ദിവസമാണ്, നടക്ക്, ചിന്തിക്ക്. മാറ്റങ്ങൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം? പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫിനെ ഒരാൾക്ക് ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കാതെ മരിച്ചാൽ, അയാൾക്ക് പാപമോചനം കിട്ടാതെ മരിച്ചാൽ, റഹ്മത്ത് കിട്ടാതെ മരിച്ചാൽ, ഇത്ഖും മിനന്നാർ കിട്ടാതെ മരിച്ചാൽ, പിന്നെ അയാളെ കൊണ്ട് എന്ത് കാര്യം? അങ്ങനത്തെ ആളുകളെയാണ് ഈ ആട്ടിത്തൊഴിച്ച് കൊണ്ടുവരുന്നത്. റമദാൻ നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. റമദാൻ ഷരീഫ് നമുക്ക് കിട്ടിയ ഓഫറുകളാണ്. ഇന്ന് നന്നായില്ലെങ്കിൽ പിന്നെ എന്ന് നന്നാവാനാ നമ്മൾ? ഇതൊക്കെ നമ്മൾ കേൾക്കും. വലിയ രസം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കേൾക്കും. ഇതൊക്കെ നമ്മൾ എത്രയോ കേട്ടതാണ്, എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ നമുക്കറിയാം. മരിക്കും, മരിക്കും. ഖബറുണ്ട്, അദാബുകളുണ്ട്. പാമ്പുകൾ വരും, പാമ്പ് വന്നോട്ടെ. തേളുകൾ വരും, തേളും വന്നോട്ടെ. പുഴുക്കൾ വരും, പുഴുക്കൾ വന്നോട്ടെ. ഇതൊക്കെ നമുക്കറിയാം. നാളെ കൂട്ടുത്സവം തുടങ്ങുകയാണെങ്കിൽ അവിടെയും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും. ഏതെങ്കിലും ഒരു സിനിമാ നടി നമ്മുടെ മീശപ്പടിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും. ആരാ നമ്മൾ? ഖബറുണ്ട്, ഉണ്ട്. മരണമുണ്ട്, ഉണ്ട്.
ഇതൊക്കെ നമുക്കറിയാം, എല്ലാം നമുക്കുണ്ട്. സിനിമാ നടി വരുന്നുണ്ട്, വരുന്നുണ്ട്, ഞാനും പോവും, കാണാൻ പോവും. നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത് എന്നുള്ളത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫ് കഴിയുമ്പോഴേക്ക് നമ്മൾ തന്നെ മറ്റുള്ള ഒരാൾ ഉപദേശിച്ച് നന്നാകുന്നതിനേക്കാളും സ്വയം വിലയിരുത്തി സ്വവിചിന്തനം നടത്തി നന്നാവുന്നതാണ്. നമ്മൾ നന്നായാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് നമ്മുടെ പരമ്പരകൾക്കാണ്. നമ്മുടെ പരമ്പരകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ അതിൽ വിരിയുന്ന കുസുമങ്ങൾ പിന്നെ തലതെറിച്ചവരാകില്ല. കല്യാണത്തിൻ്റെ പേക്കൂത്തുകളിൽ എന്തെല്ലാം ആഭാസകരമാണ് നടക്കുന്നത്. ഇന്നലെയുള്ളവന് വെട്ടിച്ചിറ ഭാഗത്തായിരുന്നു പ്രഭാഷണം. ആ പ്രഭാഷണത്തിന് എനിക്ക് നൽകിയ വിഷയം ആഘോഷങ്ങളിലെ ആഭാസം എന്നുള്ളതാണ്. അവിടെ ഞാൻ പറയപ്പെട്ട വിഷയമാണ് കല്യാണത്തിൻ്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര രൂപ വിലമതിക്കുന്ന പുട്ടിയാണ് നമ്മുടെ പെൺമക്കളുടെ മുഖത്ത് കയറുന്നത്. ഇത് ഒരുതി തേച്ച് കഴുകിക്കളയാൻ എത്ര സമയമാണ് വേസ്റ്റാക്കി കളയുന്നത്. അന്നത്തെ ളുഹർ നമുക്കുണ്ടോ? നമ്മുടെ പെൺമക്കൾക്ക് അന്നത്തെ ളുഹർ നിസ്കരിക്കാൻ സമയമുണ്ടോ? പുട്ടി പോകും. മേക്കപ്പ് ഇടേണ്ടതിൻ്റെ മുമ്പാണെങ്കിലൊക്കെ ളുഹർ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലേനി. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ വലിയ അടങ്ങേറാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ തേച്ച് വരുതി മിനിക്ക് ഉണ്ടാക്കണ്ടേ എന്നുള്ള ചിന്ത. അന്നത്തെ ളുഹറില്ല, അസറില്ല, മഗ്രിബുമില്ല. പിന്നെ ഇശാക്ക് ഒന്നായിട്ട് ജം ആക്കുകയാണെങ്കിൽ, പുതിയാപ്പിള ഉഷാറാണെങ്കിൽ ഒന്നായിട്ട് കൊണ്ടുപോയി ഒറ്റ കൊട്ടല്. എവിടെയാണ് അപജയം? എവിടെയാണ് പ്രശ്നം? ആരാണ് ഉത്തരവാദി? നമ്മൾ നമ്മുടെ മക്കൾ പറയുന്നത് രൂപത്തിൽ അവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരെ വഷളാക്കിയവർ ഞാനും നിങ്ങളുമാണ്. അല്ല എന്ന് ഏത് രക്ഷിതാക്കൾക്കാണ് പറയാൻ കഴിയുക? ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അൽഹംദുലില്ലാ നല്ല നാടാണ്. വാണിയന്നൂർ എന്ന് പറയപ്പെടുന്ന നല്ല നാടാണ്. ഇവിടെ ഒന്നും ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടുന്ന് പോവണ്ടേ, എന്നെ വിടൂലല്ലോ. ഇവിടെ ആവശ്യമല്ല, ഞങ്ങൾ ആരും അല്ല പറയാം, പുറത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ മക്കൾ നാശമാകാനുള്ള കാരണക്കാർ നമ്മളാണ്. അവർ ആവശ്യപ്പെട്ട പുട്ടി നമ്മളാണ് അവർക്ക് വാങ്ങിക്കൊടുത്തത്. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ നമ്മളാണ് വാങ്ങിക്കൊടുത്തത്. വിദേശത്ത് നിന്ന് ഒരു കോടി സമ്പാദിച്ച് പുതിയാപ്പിള സമ്പാദിച്ച് നൽകുന്ന ആ വിഹിതം അനാവശ്യമായി ചെലവഴിക്കാൻ നമ്മളെ മക്കളെ പ്രേരിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിലെ തരുണീമണികളായ മഹത് വ്യക്തിത്വങ്ങളാണ്. ചിന്തിക്കണ്ടേ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് ഇതിനൊന്നും മറുപടി പറയാതെ ഒരാളുടെ കാൽപാദവും ഒരടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. സമ്പാദ്യം ഞാൻ തന്നുകണു, തോരക്കായി ഞങ്ങൾക്ക് തന്നില്ലേ, എല്ലാത്തിനും മികച്ച ശമ്പളമാണ് നിനക്ക് ഞാൻ നൽകിയത്, ഇഷ്ടംപോലെ സമ്പത്ത് ഞാൻ എനിക്ക് തന്നു, ആരോഗ്യം ഞാൻ നിനക്ക് നൽകി, ഒഴിവ് സമയങ്ങൾ നിനക്ക് ഞാൻ തന്നു, ഇതൊക്കെ എന്തേജ് കാട്ടി എന്ന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിയർത്തൊലിച്ചൊരു ചാൺ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിയർപ്പിച്ചു നിൽക്കുമ്പോഴും ഇതിന് മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. നമ്മുടെ പരാതി എന്താ? ഉസ്താദുമാർക്കൊക്കെ എപ്പോഴും വരുന്ന പരാതികളാണ്, നന്നാവണില്ല, പറഞ്ഞതാണ് കേൾക്കണില്ല.
പേരക്കുട്ടി എന്താണെന്നറിയില്ല, നമ്മൾ മാർക്കുന്നു ഇങ്ങനെ കിടന്നിങ്ങനെ തുള്ളിക്കളിക്കുകയാണ്, എന്താണെന്നറിയില്ല. നിങ്ങളൊന്ന് മന്ത്രിച്ചൂതാനാ ഞങ്ങൾ, നന്നാക്കേണ്ടവരാ ഞങ്ങൾ. ഉസ്താദുമാർക്ക് വരുന്ന പരാതികളാണ് അതൊക്കെ. നന്നാവണില്ല, എന്താണെന്നറിയില്ല, നിസ്കരിച്ചണില്ല, ഓൻ പറഞ്ഞത് കേൾക്കണില്ല, തട്ടുത്തരം പറയാണ്. ആര് പഠിപ്പിച്ചു? ആരാണ് ഇതിന്റെ ഉത്തരവാദി? പള്ളിയിലിരിക്കുന്ന ഉസ്താദോ? മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദോ? വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന്റെ മുമ്പേ നമ്മൾ തുടങ്ങണം. എങ്ങനെയാണോ ഒരു മനുഷ്യൻ അൽ വലതു സിറുൽ വാലിദൈൻ എന്ന, മക്കൾ എന്നുള്ളത് മാതാപിതാക്കളുടെ രഹസ്യങ്ങളാണെന്ന്. വാപ്പ ആയ കാലത്ത് ആരും കാണാതെ പീഡിയ റൂമിന്റെ ഉള്ളിൽ റമദാൻ മാസം ഉണ്ടപ്പൊരി തിന്നിട്ടുണ്ടോ? മോന് പഴംപൊരി ആളുകളെ കാണത്തുന്നു. വാപ്പ ആരുമറിയാതെ ആയ കാലത്ത് ആരുമറിയാതെ കെട്ടിടത്തിന്റെ പിറകിൽ പോയി ആ ചുണ്ടിന്റെ താഴെ വെക്കുന്ന സാധനം വെച്ചിട്ടുണ്ടോ? എന്നാൽ പരസ്യമായി കൊണ്ട് മകൻ MDMA വെക്കുന്ന കാലം വരും. എന്താ വിചാരിച്ചേ? ഇതൊന്നും ആണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂട്ടുകെട്ടാണ്ട് കേടന്നുകൊണ്ടുണ്ടായതാണ്. നമ്മൾ നന്നാവാത്തതിന്റെ പ്രശ്നമാണ്, നമ്മളാണ് കാരണക്കാർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നന്നായാൽ അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് നമ്മുടെ തലമുറകൾക്കായിരിക്കും. എങ്ങനെയാണോ തൻ്റെ മാതാവും തൻ്റെ പിതാവും, അതേ രൂപത്തിലായിരിക്കും ആ കുട്ടിയുടെ സ്വഭാവം. ആരും കാണാതെ രാത്രി സമയങ്ങളിൽ അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുന്നവളാണോ നീ? നിന്റെ മകൾ 4 ആള് കാണുന്ന സമയത്ത് അന്യപുരുഷന്റെ കൈ പിടിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫിന്റെ ഈ ദിനങ്ങളിൽ വരെ ഖേദകരമെന്ന് പറയട്ടെ, എൻ്റെ കണ്ണുകൾ അതിന് സാക്ഷിയാണ്. ഈ റമദാനു ശരീഫിന്റെ ദിനങ്ങളിൽ പോലും നമ്മുടെ പെൺമക്കൾ ഈ സദസ്സിന് പറയാൻ പറ്റാത്ത രൂപത്തിൽ ഇടപഴകുന്നത് എൻ്റെ കണ്ണുകൾ എനിക്ക് സാക്ഷിയാണ്. സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് ട്യൂഷൻ്റെ പേരും ക്ലാസിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് നമ്മുടെ പെൺമക്കളെ നമ്മൾ അയക്കുമ്പോൾ, ആരും നമ്മുടെ പരിസരത്ത് നിന്ന് ഒരു കുട്ടിയും പോകാത്ത കോളേജിലേക്ക് അഡ്മിഷൻ നമ്മൾ നേടിക്കൊടുക്കുമ്പോൾ ചിന്തിക്കണം നമ്മൾ, എൻ്റെ മകൾ എന്തിനാണ് പോകുന്നത്? എന്തിനാണ് ഈ ആരും പഠിക്കാത്ത സ്കൂളിലേക്ക്, ഈ ഭാഗത്ത് നിന്ന് ആരും പഠിക്കാത്ത സ്കൂളിലേക്ക് അവൾ ഒറ്റക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അവൾ നേരം വൈകി വരുന്നത്? അവൻ എന്തുകൊണ്ടാണ് നേരത്തെ പോകുന്നത്? ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ വിശാലമായ ഒരു ലോകമാണ്. അതുകൊണ്ട് ആ മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ വൻസഭയിൽ നിന്ന് ആ ജനക്കോടികൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനുണ്ട്. എൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണെന്ന ബോധ്യത്തോടു കൂടി ഒരു 5 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ ലോകത്തേക്ക് ഈ ആളുകളെ കൊണ്ടു നിർത്തപ്പെടുകയാണ്. ഈ ആളുകൾ ഇതൊക്കെ പറയുന്നത്, നമ്മൾ ഇതൊക്കെ പറയാൻ കാരണം നമ്മൾക്കൊരു മാറ്റം വേണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ. ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 4 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കണം. എന്നാൽ ഖബറെല്ലാം കഴിഞ്ഞ് മഹ്ശറ വൻസഭയിലേക്ക് ജനകോടികൾ ഒരുമിച്ച് നിൽക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകത്തിന്റെ
ഈ ലോകം ഒന്നാമത്തെ ഊത്തൂതിയ സമയത്ത് ആരെല്ലാം മരിച്ചുപോയോ, ആരെല്ലാം ജനിച്ച് മൺമറഞ്ഞു പോയോ, ആ ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ചാണ് സൂര്യന്റെ താഴെ, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിയർത്തൊലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ 5 ആളുകൾക്ക് ആ മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടാം. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ഇനി വേറെയുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അതും ഇനിയൊരു വിശാലമായ ലോകമാണ്. ആ മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള ഒരു 5 മാർഗങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ വിരാമം കുറിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രാമി ഉഷാറിയല്ലെന്ന് നിർത്തണ്ടേ? എല്ലാവരും ലയിച്ചു പോയോ? ഉറങ്ങിയോ? ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. 5 കാര്യങ്ങൾ മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ വൻസഭയിൽ നിന്ന് നാളെ നമുക്ക് രക്ഷപ്പെടാനുള്ള 5 മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ 5 ഖബറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമാകപ്പെട്ട റമദാനു ശരീഫ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴേക്ക് ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് കൊണ്ട് നടന്ന് നമ്മുടെ ഖബർ നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനി മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ ലോകം വരാനുണ്ട്. ആ ലോകത്തിൽ നിന്ന് രക്ഷ വേണ്ടേ? ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നാമതായി കൊണ്ട് മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചത് സകല തിന്മകളിൽ നിന്നും സ്വന്തം തടിയെ അവൻ കാക്കണം എന്നുള്ളതാ. സകല തിന്മകളിൽ നിന്നും നന്മയും തിന്മയും എന്താണ് ഏതാണ് എന്ന് വേർതിരിച്ച് അറിയുവാനുള്ള ബോധം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബോധത്തോടുകൂടി തിന്മയാർന്ന പ്രവർത്തനമാണോ മനസ്സിലാക്കി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക, പാടേ വിട്ടു നിൽക്കുക. എന്നാൽ മഹ്ശറ വൻസഭയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം. മഹ്ശറ എന്ന വലിയ ലോകമാണ് മഹ്ശറ. ഞാൻ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിൻ്റെ ഞാനത് നിങ്ങളോട് ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു. ഞാനൊരു കവാടം നിങ്ങൾക്ക് തുറന്നു തരിക മാത്രമാണ് ചെയ്യുന്നത്. കാരണം വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ, വിഷയത്തിൻ്റെ കാമ്പിലേക്ക് നമ്മൾ ഗഹനമായ രൂപത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഈ 2 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് തികയൂല, ദിവസങ്ങളും നമുക്ക് തികയൂല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് മുൻകൂർ ജാമ്യം എടുത്തത്. ഞാൻ നിങ്ങൾക്ക് കവാടം തുറന്നു തരിക മാത്രം. മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ വൻസഭയില് ഒരുപാട് അത്ഭുതങ്ങളുടെ ലോകമാണ്, ഒരുപാട് അത്ഭുതങ്ങളുടെ ലോകമാണ്. ഒരു മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നിന്നുള്ള 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്. ഒറ്റ ദിവസം സൂര്യൻ അസ്തമിക്കലില്ല, എല്ലാ ദിവസവും പകലാണ്. ഒരു ദിവസം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാവ് ഒരു പകല്. മഗ്‌രിബോട് കൂടി ഒരു രാവ് തുടങ്ങും, ഒരു ദിവസം തുടങ്ങും. പിറ്റേന്ന് മഗ്‌രിബോട് കൂടി ആ പകലോട് കൂടി അവസാനിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു ദിവസം. എന്നാൽ മഹ്ശറയിൽ ഒരു ദിവസം എന്നുള്ളത് ഫുള്ള് പകലാണ്. കാരണം സൂര്യൻ
ആയിരക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തല്ല. ഒരു ചാൺ സൂര്യൻ, ഒരു ചാൺ തലക്ക് മുകളിൽ. രംഗമൊന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ. കിലോമീറ്റർ കണക്കിന് ദൈർഘ്യം ഉള്ള ദൂരത്തുള്ള സൂര്യന്റെ ചൂട് ഭൂമിയിൽ വന്ന് ശരീരം പൊള്ളുകയാണ്. നമുക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മൾ നേരെ പായുകയാണ് AC റൂമിലേക്ക്. ആ സൂര്യനെ തലന്റെ മുകളിൽ ഒരു ചാൺ, ഒറ്റ ചാൺ മുകളിൽ കൊണ്ടു നിർത്തപ്പെടുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നാളെ അർശിന്റെ തണൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം പെട്ടെന്ന് പോവുകയാണ്. ഒന്നാമത്തെ മാർഗം എന്നുള്ളത് സകല തിന്മകളിൽ നിന്നും നമ്മുടെ സ്വന്തം തടിയെ കാക്കലാണ്. തിന്മകളിലേക്ക് വ്യാപൃതരാകാതെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിനെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിയത്, ഈ റമളാനു ശരീഫിൽ നമ്മൾ നേടിയെടുത്ത ആ ആത്മീയ ചൈതന്യം തുടർന്നും എല്ലാ സമയങ്ങളിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഇതാണ് ഒന്നാമത് മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്നുള്ളത് ദുനിയാവിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടലാ. ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ അതിൽ നിന്ന് കുറഞ്ഞതിനെ തൃപ്തിപ്പെടുക, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്കൊരുപാട് സമ്പത്തുണ്ടാവാം, എന്നാലും പടച്ച റബ്ബ് തന്ന സമ്പത്താണ് മനസ്സിലാക്കി ആ സമ്പത്തുകൾ അതിൻ്റെ രൂപത്തിൽ വിനിയോഗിച്ച് ഒരു ലളിതമായ ജീവിതം നമ്മൾ നയിക്കുക. ഞാൻ ഓർത്തു പോവുകയാണ്, വാണിയന്നൂരെന്ന് കേൾക്കുമ്പോഴേക്ക് എനിക്ക് ചില ആളുകളെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. അതിൽപ്പെട്ട ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്ന് ഈയിടെ മരിച്ചുപോയ കുഞ്ഞഹമ്മദാജി. നമ്മുടെ സ്കൂൾ പടി വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നല്ല ഒരു സ്വാത്വികനായ ഒരു പണ്ഡിതൻ, ഒരു ഉമറ എന്ന് തന്നെ പറയാം. നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നെക്കാളും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ഇടപഴകിയവരായിരിക്കാം നിങ്ങളൊക്കെ. ഒരു ലളിതമായ ജീവിതം, അദ്ദേഹത്തിന് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ലളിതമായ ഒരു ജീവിതം. ഞാൻ അദ്ദേഹത്തെയൊക്കെ ആദ്യമായി കാണുന്ന സമയത്ത് തന്നെ കണ്ടത് ഒരു കള്ളിത്തുണി, ഒരു ചീഞ്ഞൊരു ഡ്രസ്സ്, ഒരു തലയിൽ കൂടി ഇങ്ങനെ ഒരു വട്ടം ഒരു കെട്ടും കെട്ടിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, കാരണം ഞാൻ കേട്ട കുഞ്ഞമ്മദാജി വേറെ, ഞാൻ കണ്ട കുഞ്ഞമ്മദാജി വേറെ. എനിക്കുണ്ടായ അനുഭവം. ഞാൻ കരുതിയ ചിലപ്പോൾ മൂപ്പരാളല്ലേ പണിക്ക് പോയിട്ട് മറ്റേ വന്നതായ പാടത്തുക്കോ പറമ്പുക്കോ സ്വത്തിൻ്റെ ഒക്കെ മുതലാളിയല്ലേ, അപ്പം അങ്ങനെയൊക്കെ പോയി. അല്ല, മൂപ്പരാളുടെ ജീവിതമേ അങ്ങനെ തന്നെ. നിഷ്കളങ്കനായൊരു മനുഷ്യൻ, വല്ലാത്ത സ്നേഹമായിരുന്നു നമ്മളോടൊക്കെ. അതും മരിക്കാരസാദൊക്കെ ഇങ്ങനെ പറയും കുഞ്ഞമ്മദാജിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നന്മകളായ വർത്തമാനങ്ങൾ. കുഞ്ഞമ്മദാജിയും എന്നോട് പല സമയത്ത് ഓർത്തിട്ടുണ്ട്, ഉസ്താദിനൊക്കെ വാണിന്നൊരു വരികയാണെങ്കിൽ എൻ്റെ അടുത്തേക്കില്ല. നല്ലൊരു മനുഷ്യൻ. ഞാൻ ആ പള്ളിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. കുഞ്ഞമ്മദാജിൻ്റെ പള്ളിയിൽ ഒരു 6 മാസത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞമ്മദാജിൻ്റെ പള്ളിയിൽ. അന്ന് അദ്ദേഹത്തുമായിട്ട് കൂടുതൽ എനിക്ക് ഇടപഴകുവാനും സാധിച്ചു. ആ സമയത്ത് അദ്ദേഹം നമ്മളോട് ഇങ്ങോട്ട് എന്താണ് ഇനി എന്നുള്ളത് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം അദ്ദേഹത്തിന് വലിയ ഒരു സ്വപ്നമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു വിഹിതം ഞാൻ മരിച്ചാലും, ഇനി ഭാവി എങ്ങനെയെന്നുള്ളത് ഇപ്പം നമുക്കറിയില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ മരിച്ചാലും ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു വിഹിതമാണ് പള്ളിയുടെ കാര്യങ്ങൾക്ക് ശമ്പളത്തിനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്. നമ്മളെ കൂടുതൽ അന്വേഷിച്ചിട്ടുമില്ല. അങ്ങനെ അവരൊക്കെ ഒരു താഴ്മയിൽ ജീവിച്ചൊരു ആളുകൾ, വ്യക്തിത്വങ്ങൾ. അപ്പം അതേ രൂപത്തിലൊക്കെ നമ്മളുമായി മാറണം. നമ്മൾക്കൊക്കെ സമ്പന്നത കൂടുതലായിരിക്കാം, പക്ഷെ എന്നാൽ ഒരു ലളിതമായ ജീവിതത്തിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് നടക്കേണ്ടത്. അപ്പൊ ദുനിയാവിൽ കുറഞ്ഞത് കൊണ്ട് ജീവിക്കുക എന്ന് കരുതിയിട്ട് പൈസ ഉള്ളവർ അതേ രൂപത്തിൽ ചെലവാക്കാതെ പിശുക്കി നടക്കണമെന്നല്ല.
അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നടന്ന് ലളിതമായ ജീവിതത്തിലേക്ക് അവർ മാറുക എന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം അറിയപ്പെട്ട ആളാണ്, ഞാൻ അത്യാവശ്യം ഇപ്പൊ എനിക്ക് നാട്ടിൽ കുറച്ചൊക്കെ പേരും പെരുമൊക്കെ വന്നുകണ്, ഇപ്പൊ ഇനിയിപ്പോ ഇന്നെ കണ്ട എല്ലാവരും നീച്ചിക്കണം, ഞാനാണ് ഇനിയിപ്പോ ഇവിടുത്തെ വലിയ ആചാര്യ, അങ്ങനൊന്നും ചിന്തിക്കരുത്. നിങ്ങളെ പറ്റിയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറയൂല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളൊരു ലളിതമായ ജീവിതം, ഞാനൊന്നുമല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. കുഞ്ഞമ്മദാജൊക്കെ അതിൻ്റെ ആളായിരുന്നു. ഞാൻ വീണ്ടും അദ്ദേഹത്തെ ഓർത്ത് പോവാണ്. ഏത് കുട്ടിയെ കണ്ട ഇവിടെ വാ, അങ്ങനെ മുപ്പരാൾ ആ വിളിച്ച് ചാരികസേരിയിൽ അങ്ങനെ ഇരുന്ന് കണ്ട് റോട്ടുമ്മ കൂടി ആര് പോവാണെങ്കിലും ഇവിടെ വാ, ചെന്താപ്പം ഇങ്ങനെ നടക്കണ്, ഇവിടെ ഇരുന്ന ചിലപ്പം ചായയും വെള്ളമൊക്കെ കൊടുക്കും ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതൊരു വലിയൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഇതുപോലെ ആ ഒരു നിഷ്കളങ്കതയാണ് നമുക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. മൂന്നാമതായിക്കൊണ്ട് വേഗം പറഞ്ഞു പോവുകയാണ്. മൂന്നാമതായിക്കൊണ്ട് ആരാധനകളിൽ അതീവ തൽപരത കാണിക്കണം. ആരാധനകൾ, പടച്ച റബ്ബിലേക്കുള്ള ആരാധനകളിൽ നമ്മൾ അതീവമായിട്ടൊരു തൽപരത കാണിക്കുക. ഒരു ഇൻ്റെ റബ്ബ് ഇത് എനിക്ക് കിട്ടണം എന്നുള്ളൊരു താല്പര്യത. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹ് ഇനി ഇപ്പോൾ നമ്മൾ അസർ നിസ്കരിച്ചു, ഇനിയിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കണമല്ലോ, എനിക്ക് കിട്ടൂലേ, ആ ഒരു താല്പര്യം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരണം. റബ്ബേ ഇന്നെ മഗ്‌രിബ് എനിക്ക് കിട്ടൂലേ, ഞാൻ അപ്പോഴത്തേനും മരിക്കുമോ, ഞാൻ ഉണ്ടാവൂലേ, ആ സമയത്ത് എന്നെ ഈ പ്രശ്നത്തിലാക്കലോട്ടെ, എനിക്ക് മഗ്‌രിബ് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാക്കാൻ. മനസ്സിൽ ഇങ്ങനെ ഒരു ഇബാദത്തുകളോട് താല്പര്യത. നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഓൻ്റെ എന്നോടത് പറയാഞ്ഞ്, ഞാനില്ല ഇവിടെ എന്നോട് പറയാതെ വെച്ച്, അങ്ങനെയല്ല ആവരുത്. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ച് മാഷാ അല്ലാഹ് ഓൻ അങ്ങനെ ചെയ്തെന്ന് നമ്മൾ അതിലേക്കൊന്ന് കൂടിക്കൊടുക്കുക. മീശപ്പടിക്കൽ ഇഫ്താർ ടെൻ്റ് ഉണ്ടോ? മീശപ്പടിക്കൽ ഇഫ്താർ ടെൻ്റ് ഉണ്ടോ? മീശപ്പടിക്കൽ ഇഫ്താർ ടെൻ്റ് ഉണ്ടോ? ഇല്ല. ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇഫ്താർ ടെൻ്റുകൾ ഉണ്ടാകുമ്പോൾ മാഷാ അല്ലാഹ് നോമ്പ് പറക്കാനുള്ള സാധനങ്ങളല്ലേ, എൻ്റെ വക ഒരു ഹദിയ അതിലേക്ക് ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ നല്ലതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാധനകളിൽ അതീവ തൽപരത കാണിക്കുക. നാലാമതായിക്കൊണ്ട് സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, അവരോടൊപ്പം സഹവസിക്കണം. ഇതൊക്കെ നാളെ മഹ്ശറ എന്ന് പറയപ്പെട്ട ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. മഹ്ശറ വൻസഭയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നാലാമത്തെ മാർഗം സ്വാലിഹീങ്ങളുമായി സഹവസിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്വാലിഹീങ്ങളുമായിട്ട് എപ്പോഴും ഒരു സുഹബത്ത്, സ്വാലിഹീങ്ങളുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സ്വാലിഹീങ്ങൾ നമ്മുടെ ഈ വാണിയന്നൂരൊക്കെ അൽഹംദുലില്ലാ ഒറ്റ വളക്കൂറുള്ള മണ്ണുകളാണ്. ഒരുപാട് സ്വാലിഹീങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്, ഈ നാടിൻ്റെ അടുത്ത പ്രദേശങ്ങളിലും ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമുള്ള നാട്ടുകാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ആ സ്വാലിഹീങ്ങളുമായിട്ട് ഒരു സുഹബത്ത് ഉണ്ടാക്കുക, ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നാളെ മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നാലാമത്തെ മാർഗം. അഞ്ചാമത്തെ മാർഗം ദുആ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നിരന്തരം പ്രാർത്ഥനകൾ, അല്ലാഹുവേ ഖൈർ നൽകണേ, ബർക്കത്തിലാക്കണേ, കാര്യങ്ങൾ എളുപ്പമാക്കണേ, സന്താനങ്ങൾ സ്വാലിഹീങ്ങളാക്കണേ. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും ജഗനിയന്താവായ പടച്ച റബ്ബിലേക്ക് നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിയാൽ, കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് മഹ്ശറ എന്ന് പറയപ്പെടുന്ന ആ ലോകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടും. ഒന്ന്, സകല തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തത് ദുനിയാവിൽ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക. 3, ആരാധനകളിൽ അതീവ തൽപരത കാണിക്കുക. 4 ഓടിച്ചു പോവുകയാണ്. 4 സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, അവരുമായിട്ട് സുഹബത്ത് കെട്ടുക. അതുപോലെ തന്നെ 5-മത് ദുആ അധികരിപ്പിക്കുക. ഈ 5 കാര്യങ്ങളാണ് മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ആകെ പറഞ്ഞത് 2 കാര്യങ്ങളാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. 1, ഖബറിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ. 4 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ മഹ്ശറ എന്ന് പറയപ്പെടുന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഇത് നിങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പേ എൻ്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറഞ്ഞ്
പിന്നെ നിങ്ങളോടുമായിക്കൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖൈറാത്തുകൾ ചെയ്യുവാനും ഖൈറുകളെ മനസ്സിലാക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനും തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറിൻ്റെ സലാഹിൻ്റെ വാഹകരിൽ അള്ളാഹു നമ്മയ്ക്ക് ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായി നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ബക്കറ്റ് പിരിവ് ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒക്കെ പകരമായിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് ഒരു കവർ നൽകുന്നുണ്ട്. ആരാ സമാപന സമാപന ദ്വാര ആരാ ദ്വാര തങ്ങളാ? അപ്പോൾ ഏതായാലും സമാപനത്തിന് എസ് കെ തങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഒരു ആളുണ്ടാവും. അപ്പോൾ ആ ദ്വാ മജ്ലിസിലേക്കാണ് നിങ്ങൾ ഈ തരുന്ന കവർ കൊണ്ടുവരേണ്ടത്. അതിൽ നിങ്ങൾ ആദ്യമേ നെയ്യത്ത് വെക്കുക. നല്ലൊരു സംഖ്യ, കുറയാതെ, തീരെ കുറയ്ക്കരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ കെട്ടിടം എന്നുള്ളത് നിങ്ങളുടെ നാട്ടിലെ മുൻഗാമികൾ ഇവിടെ സ്ഥാപിച്ചതാണ്. ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ നാടിൽ ഒരു വെളിച്ചം, ദീനിപരമായിട്ടുള്ളൊരു വെളിച്ചമൊക്കെ ഇപ്പോഴും കെടാതെ നിൽക്കുന്നത്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മളാണ്. കമ്മിറ്റി അതിനൊരു ഹേതു മാത്രമാണ്. കമ്മിറ്റിക്കാർ എന്ന് പറഞ്ഞാൽ അത് നടത്തി കൊണ്ടുപോകാൻ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി. ഇപ്പോൾ ബസ്സിന് 2 ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കൂലല്ലോ. ആ 2 ബസ്സിന് 2 ഡ്രൈവറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ അതിന് നിശ്ചയിക്കുള്ളൂ. അപ്പം എന്നതുപോലെ ഈ മദ്രസ കെട്ടിടം ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിൽ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ഒപ്പം നിന്നുകൊണ്ട് ഇതിന് എന്തെല്ലാം സഹായ സഹകരണങ്ങളാണോ വേണ്ടത് അത് നമ്മൾ നടത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ആ കവറിൽ നല്ലൊരു സംഖ്യ, അത് 500 എന്ന് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് 5000 കൊടുക്കാനുള്ളവർ കേൾപ്പുള്ളവരുണ്ട്, 10,000 കൊടുക്കാൻ കേൾപ്പുള്ളവരുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ഡിജിറ്റലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഉസ്താദ്. അപ്പോൾ അതൊന്ന് ഒരു ഗൂഗിൾ പേ നമ്പറും കൂടി കൊടുത്തോണ്ടോ. അപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ തരാനുണ്ടാവും. മക്കൾ ചിലപ്പം കൊടുന്നിട്ടൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഗൂഗിൾ പേയിൽ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അദ്റമാനാജും കാര്യങ്ങൾ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചെയ്തു തരും. അപ്പം നല്ല ഒരു സംഖ്യ, ഒട്ടും കുറയ്ക്കരുത്. ദീൻ സ്വർഗത്തേക്കാണ് എന്നുള്ള ചിന്ത മാത്രം. മദ്രസ എന്ന് പറഞ്ഞാണ്ട് എന്ത് ആണ്ട് ഒഴിവാക്കരുത്. ഇത് സ്വർഗമാണ്, ആ സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കി എനിക്ക് സ്വർഗം കരസ്ഥമാകണം എന്നുള്ള നെയ്യത്തിൽ നമ്മൾ സംഭാവന കൊടുക്കേണ്ടത്. അപ്പം നല്ലൊരു സംഭാവന, അത് അന്നേക്ക് കൊടുക്കാൻ കഴിയുന്നവർ പരമാവധി അന്ന് തന്നെ കൊടുത്ത് വീട്ടുക. ഇനി വലിയ സംഖ്യയൊക്കെ എഴുതിയിട്ട് അന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ നോമ്പ് കഴിയുന്നതിന് മുമ്പായിട്ടെങ്കിലും ഒന്ന് പരമാവധി കൊടുക്കുക. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത്രയും പോരിശയാക്കപ്പെട്ട മാസമാണ്. കാരണം കൊടുത്താൽ 1-ന് 70 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന. അപ്പോൾ അതുകൊണ്ട് അത്രയും പോരിശയാക്കപ്പെട്ട ദിനങ്ങളാണ് ഈ റമദാൻ ശരീഫ്. അപ്പോൾ അതുകൊണ്ട് ഈ റമദാനിൽ തന്നെ നമ്മൾ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ചടപ്പിക്കണില്ല. അതായത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വേറെ എന്തെങ്കിലും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടുതലും പിരിയലൊക്കെ സ്വലിയ സൽക്കർമ്മം സ്വീകരിക്കട്ടെ. ചെറിയൊരു ദുആ മാത്രം ദ്വാരം നമുക്ക് പിരിയാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജന്നതി വൻ നാസ്. ആമീൻ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഒരുമിച്ച് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയത്, ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ വന്നു വെച്ച സമയങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ ഇന്ന് കബൂലാക്കണേ റഹ്മാനെ. ഇതിൻ്റെയൊക്കെ മിഥിൽ തവാബ് ഞങ്ങളുടെ ആരംഭ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് നിമിഷം തന്നെ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ പ്രിയ അസ്ഹാബിയങ്ങൾ, പത്നിമാർ, അവിടുത്തെ അഹ്ലുൽ ഖൈറായ കുടുംബങ്ങളും അവരുടെയൊക്കെ ഹളറാത്തുകളിലേക്ക് ഇനി എത്തിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും, മശായിഖന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, അംബിയ, മുർസലീങ്ങളും എല്ലാ മഹാരഥന്മാരുടെയും ഹളറാത്തുലയിലേക്ക് ഇതിൻ്റെ മിഥിൽ തവാബിന് എത്തിക്കണേ റഹ്മാനും. റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. അവരുടെയൊക്കെ പരലോക ദർജന ഉയർത്തി കൊടുക്കണേ റഹ്മാനും. റഹ്മാനായ റബ്ബേ, അവരുടെ നോട്ടം ഞങ്ങളിൽ ഉണ്ടാക്കി നൽകണേ റഹ്മാനും. അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹുവേ. ഈ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ ഈ മദ്രസയുടെയും ഈ പള്ളിയുടെയൊക്കെ പരിസരത്ത് ഒരുപാട് പേര് അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിൽ, അവരുടെയൊക്കെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ അള്ളാഹുവേ, ഈ നാട്ടിൽ നിന്ന് ഭക്ഷണം തന്നവരും അല്ലാതെ ഭക്ഷണം തന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളെ സഹായിച്ച് സഹകരിച്ച് ഞങ്ങളോട് വേണ്ടപ്പെട്ടവരൊക്കെ ഈ നാട്ടിലും മറ്റു നാടുകളിലും ഒക്കെ ഉണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ ഉദ്ദേശങ്ങളിൽ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഖബറിൽ നീ എളുപ്പം പ്രദാനം ചെയ്യണേ റഹ്മാനെ. നാളെ മഹ്ശർ എളുപ്പമാക്കണേ റഹ്മാനെ. സ്വർഗമോശാരമായി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പം പ്രദാനം ചെയ്യണേ റഹ്മാനും. റഹ്മാൻ, അവർ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് മുറാദുകളുണ്ട്, ആം നീ നിറവേറ്റി അനുഗ്രഹിക്കണേ റഹ്മാനും. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള എല്ലാ അസുഖങ്ങളും നീ പരിപൂർണ്ണ ശിഫാവ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനും. ഒരു രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അള്ളാഹുവെ, എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ്ണ ശിഫാവ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനും. നിന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ ഒന്ന് സുജൂദും റുക്കുവും ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. ദീർഘായുസ്സ് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനും. മരിക്കുവോളം ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനും. അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനും. ഞങ്ങളുടെ പെൺമക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. ഞങ്ങളുടെ ആൺമക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. ദാമ്പത്യങ്ങളെ നീ റാഹത്തിലാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനും. ഞങ്ങളുടെയൊക്കെ ദാമ്പത്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനും. ഞങ്ങളുടെയൊക്കെ മക്കളിൽ നീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനും. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപമാനപ്പെടുന്നതിനെ കാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരാളോടും കുശുമ്പില്ലാതെ, ഒരാളോടും കുറ്റില്ലാതെ, ഒരാളോടും കുഞ്ഞായ്മയില്ലാതെ റാഹത്തായി ജീവിച്ച് റാഹത്തായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സന്തോഷവാനായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മരണം മറ്റുള്ളവർക്ക് മാതൃകയാകും വിധമുള്ള മരണങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളതൊന്നും മരിച്ചു കിട്ടിയെങ്കിലെന്ന് പറയുന്ന മയ്യിത്തുകളാക്കി മാറ്റരുതേ റഹ്മാനെ. അത്തരം ആളുകളാക്കി മാറ്റരുതേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മരിക്കുകയാണെങ്കിൽ ഇന്നയാളെ പോലെ മരിക്കണമെന്ന് പറയുന്ന മയ്യിത്തുകളാക്കി മാറ്റണേ റഹ്മാനെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന വദനം കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഖബർ നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബർസഖ് എളുപ്പമാക്കണേ റഹ്മാനെ. ഖബറിൽ പ്രകാശം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പാരത്രിക ലോകം എളുപ്പമാക്കണേ റഹ്മാനെ. മഹ്ശർ എളുപ്പമാക്കണേ റഹ്മാനെ. ഹിസാബ് എളുപ്പമാക്കണേ റഹ്മാനെ. സിറാത്ത് എളുപ്പമാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വർഗം മോശാരമായി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകം ഹറാമാക്കണേ റഹ്മാനെ. നരകം ഹറാമാക്കണേ റഹ്മാനെ.
റഹ്മാനെ. നരകം ഹറാമാക്കണേ റഹ്മാനെ. സ്വർഗം വാജിബാക്കണേ റഹ്മാനെ. സ്വർഗം വാജിബാക്കണേ റഹ്മാനെ. സ്വർഗം വാജിബാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ സഹായിച്ചവരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരും ഞങ്ങളെ സ്നേഹിച്ചവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളോട് സഹകരിച്ചവർ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളെ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹുവേ, സലാമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഖൈറിൻ്റെ വാഹകരാക്കി മാറ്റണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇൽമുകളിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. നാഫിയാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, നാളേക്ക് ഉപകാരപ്പെടുന്ന ഇൽമുകളും അമലുകളുമാക്കി ഞങ്ങളുടെ ഇൽമുകളെയും അമലുകളെയും മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് നീ റാഹത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീർഘായുസ്സ് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് കാലം നീ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും ഒരുപാട് കാലം നീലേക്ക് തോഹത്തിലെ വൈപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളെ മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശൈഖുന മരക്കാർ ഉസ്താദ് അല്ലാഹുവേ, വാണിൻ്റെ ഒരു മഹലിലും 23 വർഷത്തോളം ദർസ് നടത്തിയ മഹാനവറുകൾ അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. പരലോക ദറജന് ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അടുത്ത മദത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളുടെ ഖൽബിൻ്റെ ഉള്ളിൽ ഒരുപാട് മുറാദുകളുണ്ട്. അല്ലാഹു, അതെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഖൽബിൻ്റെ ഉള്ളറിയുന്ന നാദാം, ഞങ്ങളുടെ ഖൽബിൻ്റെ ഉള്ളിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ, ഞങ്ങളുടെ ജോലികളിൽ എല്ലാത്തിലും നീ ഖൈർ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽ ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ വറിഖാബ ആബായിനാ ഉമ്മഹാതിനാ മിന ദുനിൽ മളാലിമി വന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير القسيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى الله جميع المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ്, എല്ലാവരും ഈ വിനീതനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആകളിലും ഉണ്ടാവും. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി